എല്ലാവർക്കും നമസ്കാരം. ആത്മീയതയുടെ സാമൂഹിക മാനം. ഈ സാമൂഹികത ആത്മീയതയുമായും ആത്മീയത സാമൂഹികതയുമായും തീരെ ചേർന്നു പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ടൈറ്റിൽ ആദ്യം കേട്ട സമയത്ത് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ്. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു അവധൂത യാത്രയും ഗുഹകളിലൊക്കെയുള്ള നിരന്തരമായ തപസ്സും എല്ലാം കഴിഞ്ഞ് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജീവിച്ചു തുടങ്ങിയ സമയത്ത്, അതിനു മുമ്പ് ഗുരുവിൻ്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് കൂടുതലും മനുഷ്യേതര ലോകവുമായിട്ടായിരുന്നിരിക്കണം ബന്ധം. അങ്ങനെയാണ് നമ്മളുടെ ഒരു അറിവ്. അവിടെ നിന്ന് മനുഷ്യരുമായി ഇടപഴകി മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് ചട്ടമ്പി സ്വാമികൾ വന്ന് നാരായണ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു പ്രവൃത്തിയാരായല്ലേ എന്ന്. അപ്പോൾ ഗുരു പറയുന്ന മറുപടി, പ്രവൃത്തിയുണ്ട് പക്ഷേ ആരില്ല എന്നുള്ളതാണ്. ഞാൻ ഗുരുകുലത്തിൽ ചെന്ന സമയത്തൊക്കെ ഗുരുകുലത്തിൽ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്ക്, ഇത് നിവർത്തനത്തിൻ്റെ ഇടമാണ്, പ്രവർത്തനത്തിൻ്റെ ഇടമല്ല എന്നാണ്. ഇപ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ചിന്തകളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അതൊരു രണ്ടാം തരം വിഷയമായിട്ടാണ് കണക്കാക്കി പോരാറ്. കാരണം സ്പിരിച്വാലിറ്റി പൊതുവെ വ്യക്തിയും പ്രപഞ്ചവും തമ്മിൽ, അല്ലെങ്കിൽ വ്യക്തിയും ബ്രഹ്മവും തമ്മിൽ, വ്യക്തിയും ദൈവവും തമ്മിൽ, അങ്ങനെ മനുഷ്യനും അവ്യാകൃതമായിട്ടുള്ള അതീതമായിട്ടുള്ള ഏതോ ഒരു പൊരുളും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് പൊതുവേ പറഞ്ഞു പോരുന്നത്. അതൊരു തെറ്റാണെന്നൊന്നും വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഇനിയൊരു സാമൂഹികതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരുടെ അടുത്ത് ചെന്നാൽ, ഇപ്പോൾ എന്നോട് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വളരെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകം ഉദ്ധരിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. ഇത് ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ 2 വരി ഞാൻ എടുക്കാറില്ല. അത് ഗുരുവിൻ്റെ ഏതോ ഒരു പഴയ കാലത്തെ മനുഷ്യരുടെ ആശയലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എഴുതിപ്പോയതാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത് പറയുന്നത്, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ 2 പക്ഷത്ത് നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ, 2 പേരും മനുഷ്യത്വരഹിതമായി ജീവിക്കണമെന്ന് കരുതുന്നവരല്ല, പരമാവധി ഉള്ളിൽ വെളിച്ചമുണ്ടാവണമെന്നും ഈ ലോകത്തിലേക്ക് ആ വെളിച്ചം പ്രസരിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യർ തന്നെയാണ്. ഇത്തരം യാത്രകൾ കുറച്ചുകൂടി മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു യാത്രകളായി ഈ ആത്മഭാവത്തെയും വിട്ട് സാമൂഹിക ഭാവത്തെയും വിട്ട് മനുഷ്യനെ ഒരു ജീവി എന്ന നിലയിൽ പഠിക്കാനുള്ള ഒരു കണ്ണ് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തി തന്നത് നിത്യചൈതന്യയാണ്. ഗുരു നിത്യയുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ആത്മാവിനെയും സാമൂഹികതയെയും തൽക്കാലം മാറ്റിവെച്ചിട്ട് നീ ഇരിക്കുന്നത് എവിടെയാണ്, മനുഷ്യൻ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ബോധം ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നമുക്കിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ
പക്ഷത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ദർശനങ്ങൾക്ക് പിന്നാലെ കഴിയുന്നതിന് പകരം അതിനെ കുറച്ച് സമയം മാറ്റിവെച്ചിട്ട് നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് അടിസ്ഥാനപരമായി മനുഷ്യനെല്ലാം അവനവനിഷ്ടാണെന്ന് മനസ്സിലാവുക. ഞാൻ എൻ്റെ എന്ന് പറയുന്നതാണ് അടിസ്ഥാനപരമായി എൻ്റെ സത്യം എന്ന് പറയുന്നത്. അത് ഒരേ ആശയത്തിൻ്റെ ലോകത്തിലുള്ള ആളുകൾ തമ്മിലും എപ്പോഴും അടി നടക്കാറ്, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാറ്, സംഘർഷങ്ങൾ ഉണ്ടാവാറ് ഞാനും നീയും എന്ന വൈരുദ്ധ്യങ്ങൾ തമ്മിലാണ്. ആത്മാവും സാമൂഹികതയും തമ്മിലല്ല, വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലല്ല. ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായി ഭരിക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ ഞാൻ എന്നും എൻ്റേതെന്നും പറയുന്ന താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിനെ മുഴുവൻ നമ്മൾ സ്വീകരിക്കും. അതിനെയാണ് നമ്മൾ നമ്മുടെ ശരി എന്ന് പറയുന്നത്. അതിനെതിരായി നിൽക്കുന്നതൊക്കെ ഏതോ അർത്ഥത്തിൽ നമുക്ക് തെറ്റാണ്. ഇങ്ങനെ തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ലോകത്തിലാണ് ഏറ്റവും കൂടുതൽ കാലം മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞു പോരാറുണ്ടെങ്കിലും സമൂഹത്തെ മുൻപിൽ കണ്ടുകൊണ്ടല്ല അവനവൻ്റെ ബോധത്തിൽ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും അനുഭവിച്ചിട്ടുള്ളത്, അവനെ മാത്രം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യരോട് പോലും മര്യാദക്ക് പെരുമാറാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഏറ്റവും സ്നേഹിക്കുന്ന ആൾ പോലും, ശത്രുവിനല്ല. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളോടൊപ്പം സ്നേഹത്തോടെ കഴിയാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്, ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നാക്കിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിലൊക്കെ അത്രമാത്രം ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ആശയപരമായിട്ടാവാം, എല്ലാ അർത്ഥത്തിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരോട് പോലും മര്യാദക്ക് പെരുമാറാൻ നമുക്ക് കഴിയുന്നത് അപ്പോഴാണ്. ഇങ്ങനെ തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായി എത്രയോ ലക്ഷം വർഷം ജീവിച്ച ഒരു ജീവിയാണ് നമ്മൾ. സാമൂഹിക ബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവി എന്ന നിലയിൽ നമുക്ക് രൂപപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. സാമൂഹിക ബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും ഇവിടെയുള്ള എന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ നിലനിൽപ്പിനെയും തുടർച്ചയെയും കൂടി ഞാൻ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത നമ്മളുടെ ബോധത്തിൽ ഉണർന്നു വരിക എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് വരില്ല. നാച്ചുറലായിട്ട് ഞാനും എൻ്റേതുമേ വരൂ. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തിരിക്കുന്ന ഒരാൾ കൂടി ചേർന്ന ഈ മനുഷ്യ സമൂഹം നിലനിൽക്കേണ്ടത് എൻ്റെ സുഗമമായ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. എൻ്റെ തന്നെയാണ്, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പുറത്തിരിക്കുന്ന ആളെയും കൂടി ഞാൻ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന ഒരു കൾച്ചർ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത്. അതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എന്ന് പറയുന്ന മാത്രം ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ് നാച്ചുറലായിട്ടുള്ള നമ്മളുടെ ഫങ്ഷനിങ്. അതിന് ഏത് ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടായാലും, എത്ര മഹത്തായ ധ്യാന രീതികൾ പ്രാക്ടീസ് ചെയ്താലും, ഏത് മതത്തിൽ ചേർന്നാലും, ഏത് ആശയമായാലും, അത് രാഷ്ട്രീയപരമാവാം, തത്വചിന്താപരമാവാം, യുക്തിചിന്തയാവാം, സ്വതന്ത്ര ചിന്തയാവാം, എന്തും ആവാം. ആശയപരമായ ലോകത്തിന് മനുഷ്യൻ്റെ വ്യക്തിബോധത്തെ നിയന്ത്രിക്കുന്നതിൽ ചെറിയ പങ്കേ ഉള്ളൂ. ആശയപരമായ ലോകത്തിന് മനുഷ്യൻ്റെ വ്യക്തിബോധത്തിൽ ഉണർന്നു വരുന്ന ചിന്തകളെ പുറത്തേക്ക് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന രീതിയിൽ പ്രതികരണമായി വരുന്നതിനെ തടയാൻ മാത്രമേ ആശയങ്ങൾ സഹായിക്കുള്ളൂ. നാരായണ ഗുരു തന്നെ പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടണം. വലിയൊരാശയമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും സ്വസ്ഥമായും സമാധാനമായും ആണ് ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ സ്വസ്ഥതയിൽ ജീവിക്കാനുള്ള റൈറ്റ് എൻ്റെ ചുറ്റുള്ള എല്ലാ മനുഷ്യർക്കുണ്ട്. വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ളവർ, വിശ്വാസമില്ലാത്തവർ, ആശയങ്ങളുള്ളവർ, ആശയങ്ങളില്ലാത്തവർ, എല്ലാവർക്കും ഇവിടെ ഒരുപോലെ ജീവിക്കാനുള്ള റൈറ്റുണ്ട്. കാരണം അടിസ്ഥാനപരമായി ഏതൊരു ജീവിയും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ്.
അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥത ആഗ്രഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെയും നീ മാനിക്കണം എന്ന് ബോധപൂർവം ചിന്തിക്കാനാണ് ഗുരു പറയുന്നത്. പക്ഷെ ചിന്തിച്ചതുകൊണ്ടൊന്നും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ശത്രുത തോന്നും. അത് മതങ്ങൾ തമ്മിൽ മാത്രമല്ല, ഏത് മനുഷ്യനോടും തോന്നും. അവിടെയാണ് ബോധശാസ്ത്രം ആഴത്തിൽ പഠിച്ച അല്ലെങ്കിൽ ആഴത്തിൽ അനുഭവിച്ചൊരു ഗുരു പറയുന്നത്, മനുഷ്യബോധത്തിൽ ട്രാൻസ്ഫോർമേഷന് യാതൊരു സാധ്യതയുമില്ല. മനുഷ്യബോധത്തിൻ്റെ മുകളിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമാണ് നമ്മൾ കൊള്ളാവുന്ന മനുഷ്യരാവുക. ശ്രദ്ധയൊന്ന് തെറ്റിയാൽ എത്ര പ്രാർത്ഥിക്കുന്നവനും എത്ര ധ്യാനിക്കുന്നവനും ഹിംസാലുവായിട്ട് മാറും. നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ മതി, അഹിംസയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പൊട്ടിത്തെറിക്കുന്ന ആളായിട്ട് മാറും. ഒരു വാക്ക് മതി. എത്ര ഉദാത്തമായ ആശയങ്ങൾ നമ്മൾ വെച്ച് പുലർത്തി ജീവിക്കുന്നവരാണെങ്കിലും തൊടേണ്ടടുത്തൊരാളൊന്ന് തൊട്ടാൽ മതി, നമ്മൾ റെസ്റ്റ്ലെസ് ആവും. ഒരുപക്ഷെ നമ്മൾ അവരോട് പൊട്ടിത്തെറിക്കണമെന്നില്ല, പക്ഷെ അകത്ത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഗുരു അകമണയാതെ അകതാരമർത്തിയിടണമെന്ന് ഉദാത്തമായ ആശയങ്ങൾ പുലർത്തി ജീവിക്കുന്നവരോട് പറയുന്നത്. വിഭാഗീയത പുലർത്തി ജീവിക്കുന്നവരോടല്ല. എല്ലാം ഒന്നാണെന്നും ഈ പ്രപഞ്ചം മുഴുവൻ തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്ന ഒരു പൊരുളാണെന്നും ഒക്കെ അറിയുന്ന മനുഷ്യരെയും തൊടേണ്ടടുത്ത് പോയി തൊട്ടാൽ ഒറ്റ ചവിട്ടിന് കൊല്ലാൻ തോന്നും. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ, നമ്മളേറ്റവും സ്നേഹിക്കുന്ന ആളെ പോലെ തോന്നും. പിന്നെ അങ്ങനെ എൻ്റെ മേൽ ആരും വന്ന് തൊടാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് ഞാൻ ജീവിക്കണം. അപ്പം ഞാൻ വളരെ ശാന്തനായിരിക്കും. അങ്ങനെയാണ് പൊതുവെ സ്പിരിച്വലായിട്ടുള്ള ഇടങ്ങളിലൊക്കെ എല്ലാവരും കഴിയുക. ആരും എന്നെ തൊടേണ്ടടുത്ത് തൊടാത്ത ഒരു ഇടം ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഞാൻ ശാന്തനായിരിക്കും. പണ്ട് നിത്യ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മത്തെ സ്നേഹിക്കാൻ, ആത്മാവിനെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ ഉദാത്തമായ ആശയങ്ങൾ മതി. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ വില കൊടുക്കേണ്ടി വരും. എന്നിൽ നിന്ന് പലതും ഞാൻ വിട്ടുകൊടുക്കേണ്ടി വരും, ഞാൻ തോറ്റു കൊടുക്കേണ്ടി വരും, ഒഴിഞ്ഞു മാറേണ്ടി വരും. അതുകൊണ്ടാണ് കൂടുതൽ മനുഷ്യരും ബ്രഹ്മത്തിലേക്ക് തിരിഞ്ഞത്. കാരണം അവിടെ ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ ആശയപരമായ ഒരു സമാന്തരമായ സാങ്കല്പിക ശരീരം സൃഷ്ടിച്ച് സ്വാഭാവികമായ നമ്മളെ മറച്ചു വയ്ക്കുകയോ മറന്നു പോവുകയോ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത്ര എളുപ്പമല്ല കൊള്ളാവുന്നൊരു മനുഷ്യരാവാൻ. നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു വരുമ്പോൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നു. പാകിസ്ഥാനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടെന്ന് കരുതുക. വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു സിക്സർ അടിക്കുകയോ അവർ ജയിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ഉറക്കെ കൈയടിച്ചാൽ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ. ഇനി പാകിസ്ഥാനിലുള്ള ആൾ ഇന്ത്യക്കാരൻ ജയിക്കുന്നത് കണ്ട് കൈയടിച്ചാൽ അവനും സാമൂഹിക വിരുദ്ധനാവും. അപ്പോൾ നമ്മളുടെ സാമൂഹിക ബോധത്തിൻ്റെ പരിധി എവിടെയാണ്? എപ്പോഴൊക്കെയാണ് നമ്മൾ സാമൂഹ്യ വിരുദ്ധരാകുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മനുഷ്യത്വം ഉള്ളവരാവണം. നമ്മളെല്ലാവരും ഉപയോഗിക്കും, നമ്മൾക്ക് മനുഷ്യത്വം വേണം. കാരണം മനുഷ്യ കേന്ദ്രീകൃതമായ ത്വം മാത്രം നമുക്ക് മതി. മനുഷ്യനാണ് നമ്മുടെ കേന്ദ്രം. നമ്മൾ മനുഷ്യനെ മാത്രം കേന്ദ്രമാക്കിക്കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ദർശനമാണ് ഇന്ന് സാമൂഹിക ദർശനം എന്ന് പറയുന്നത്, പൊതുവെ നമ്മൾ വ്യവഹരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന രീതിയിൽ നമ്മളുടെ ബോധം വികസിക്കണം എന്നാണ്. അതുവരെയാണ് നമ്മളുടെ സാമൂഹിക ബോധത്തിൻ്റെ പരമാവധി നമ്മൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു അതിര് എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് സമൂഹം എന്ന് പറയുന്നത് മനുഷ്യക്കൂട്ടം മാത്രമല്ല, സമൂഹത്തിൻ്റെ ഒരു അവയവം മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവബോധത്തിലേക്ക് തെളിഞ്ഞ ചില മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനൊരിക്കലൊരു സൂഫിയെ ഒരു റോഡ് സൈഡിൽ വെച്ച് കണ്ടപ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ദൈവത്തെയോ ബ്രഹ്മത്തെയോ ഇങ്ങനെ എന്തോ ഒന്ന് കിട്ടണം. ഞാനെല്ലാം ഉപേക്ഷിച്ച്
ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് റോഡ് സൈഡിലിരിക്കുന്ന ഒരു സൂഫിയെ പോലെയുള്ളൊരു മനുഷ്യൻ, നമ്മൾ സൂഫി എന്ന് വിളിക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം റോഡ് സൈഡിലിരിക്കുന്നു. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, ഇജ്ജ് അള്ളാനെ വിട്ട് നിന്നെ പിടിക്കടാ, എങ്കിലേ അള്ള നിന്നെ പിടിക്കൂ എന്നാണ്. അതുവരെ ഞാൻ എന്നെയും എല്ലാറ്റിനെയും വിട്ട് അള്ളാനെ പിടിക്കാൻ നടക്കുന്ന എന്നോട് ആ മനുഷ്യൻ പറയുന്നത്, ഇജ്ജ് അള്ളാനെ വിട്ട് നിന്നെ പിടിക്കടാ, അപ്പോഴേ അള്ള നിന്നെ പിടിക്കൂ എന്നാണ്. ഈയിടെ എൻ്റെ ഉമ്മയുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഞാനിങ്ങനെ ഒരു തമാശയ്ക്ക് പറഞ്ഞാണ്, എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര തടസ്സമാണ്, അവിടെ എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞൊരു മനോഹരമായ മറുപടിയുണ്ട്. എടാ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതം എന്നാണ് അർത്ഥം. ഉമ്മ എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ 3 തരത്തിലാണ്, മനുഷ്യൻ 3 തരത്തിലാണ് ജീവിതത്തെ, ബോധത്തെ അനുഭവിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മളൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിയാണ്, അതിന് എത്ര ഉദാത്തമായ അവസ്ഥയിലേക്ക് പോയാലും. ഈ വ്യക്തി കേന്ദ്രീകൃതമായ ജീവിയിൽ സാമൂഹിക കേന്ദ്രീകൃതമായ ഒരു ബോധമുണ്ട്, പ്രപഞ്ച കേന്ദ്രീകൃതമായ ഒരു ബോധമുണ്ട്. നമ്മളിപ്പോഴുള്ള ചുറ്റുള്ള സ്പിരിച്വാലിറ്റിയെ ഞാനിവിടെ ആത്മീയത എന്ന് പറയുമ്പോൾ കാണരുത്. ഇന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ഉണ്ട്. അദ്വൈത വേദാന്തം പറയുന്ന, തന്നിൽ നിന്ന് അന്യമല്ലാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണണം, വേറെ ഒന്നില്ല, എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുന്നൊരു സന്യാസി. ഇതെല്ലാ മതത്തിലും നമ്മൾ കേൾക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഹിംസയാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും പുരോഹിതന്മാരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്ന ഒരു വലിയ ദുര്യോഗത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അവിടെ ഇരുന്നിട്ടൊരു മനുഷ്യൻ പറയുകയാണ്, ഒരു സന്യാസി പറയുകയാണ്, നമ്മൾക്ക് ബൗദ്ധം പിടികൂടിപ്പോയി, ഒരു ബാധ പോലെ നമ്മളെ ബൗദ്ധം പിടികൂടിയത് കൊണ്ടാണ് നമ്മൾ അഹിംസാലുക്കളായി പോയത്. ഒരു തെറ്റ് ചെയ്ത പോലെയാണ്. ഹിംസ ആവശ്യമുള്ളിടത്ത് അത് അത്യാവശ്യമാണ്, നമ്മൾ ഹിംസാലുക്കളാവണം. അഹിംസ നമ്മളെ ദുർബലപ്പെടുത്തും. ആത്മീയതയുടെ ഒരർത്ഥം തന്നെ ഏറ്റവും ദുർബലനായ മനുഷ്യനാണ് സ്പിരിച്വൽ. കാരണം ഏറ്റവും ദുർബലനായ മനുഷ്യനെ കരുണയുണ്ടാവും. ആ ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പുൽക്കൊടിയുടെ ദൗർബല്യമാണ്. ഒരു പക്ഷേ നമ്മളുടെ മതത്തിൻ്റെയും ആത്മീയതയുടെയും ലോകത്തുള്ള, ആത്മീയതയുടെയെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്, മതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആത്മീയതകളെല്ലാം അത് ഏത് മതത്തിൻ്റേതായാലും ഏതെങ്കിലും പക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുപോരുന്നത്. ഒരു പക്ഷേ ഒരു പക്ഷവും ഇല്ലാതെ തുടക്കം മുതൽ തന്നെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധയോടെ ജീവിച്ച ഒരാളെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നാരായണ ഗുരുവിനെയാണ്. അതുകൊണ്ടാണ് ഗുരു ഒരു ഇടം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അവിടെ എഴുതി വച്ചത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആണ് ഇത് എന്ന്. അതൊരു സ്പിരിച്വാലിറ്റിയുടെ സോഷ്യൽ പെർസ്പെക്റ്റീവാണ്. ഒരു യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ഒരു സ്പിരിറ്റിനെ തൊട്ട ഒരു മനുഷ്യൻ, അവന് പിന്നെ ജാതിഭേദമുണ്ടാവില്ല. ജാതിഭേദം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈഴവർ, വൈഷ്ണവർ, ശൂദ്രർ അങ്ങനെയൊന്നുമല്ല. പ്രായത്തിൻ്റെ ജാതി, അറിവിൻ്റെ ജാതി, പ്രശസ്തിയുടെ, പണത്തിൻ്റെ, ലിംഗത്തിൻ്റെ, പ്രായത്തിൻ്റെ ഒക്കെ ജാതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ജാതിഭേദമില്ലാത്ത ഒരു ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പല സ്ഥലത്തും ഈ വിഷയം സംസാരിച്ചപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. നിത്യൻ്റെ അടുത്ത് ഞാൻ ചെന്ന സമയത്ത് ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു സാമൂഹിക മാനം എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് ആ സമയത്താണ്. നിത്യനെ കണ്ട ആ ഒരു സന്ദർഭം. അതിനു മുൻപ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പല പ്രാക്ടീസുകൾ, സ്പിരിച്വൽ പ്രാക്ടീസുകൾ നടത്തിയിട്ടുണ്ട്, നല്ല അനുഭൂതിയുണ്ട്, ആനന്ദമൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ അറിവൊക്കെ പരമാവധി അറിവിൻ്റെ ലോകത്തിലൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് കരുതിയിട്ടാണ് നിത്യൻ്റെ അടുത്ത്. അനുഭൂതിക്കും സമാധാനത്തിനൊന്നും കുറവില്ല.
പക്ഷേ അനുഭൂതി എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത് പലപ്പോഴും ബ്ലൈൻഡ്നെസ്സാണ്, അന്ധതയാണെന്ന് എന്നെ തൊട്ട് കാണിച്ചു തന്നത് ഗുരുവാണ്. ഗുരു പറയുന്ന അനുഭൂതിയിലേക്ക് ഉണരാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ മൂല്യവത്തായ ഹൃദ്യതയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മളുടെ ആന്തരിക പ്രകൃതത്തിനോട് നിരന്തരം സമരം ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മളുടെ ആന്തരിക പ്രകൃതത്തെ തൽക്കാലം മാറ്റിവെച്ച് സമാന്തരമായൊരു ശരീരം സൃഷ്ടിച്ച് അതിൽ അനുഭൂതിയോടെ ജീവിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഉള്ളിൽ യാതൊരു ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ യാതൊരു തിരിച്ചറിവും ഉണ്ടായിരുന്നില്ല അതുവരെ എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഗുരുവിനെ കാണാൻ വേണ്ടി ഒരു അമ്മയും അച്ഛനും അവരുടെ മകളും ഹസ്ബൻഡും ഭർത്താവും 3 മക്കളും വരികയാണ്. ഈ 3 മക്കൾ, ഒരാൾക്ക് 14 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സായിരിക്കും പ്രായം. അപ്പോൾ ഗുരു പറഞ്ഞു അവർക്ക് കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നേരെ പോയി 4 കസേര ഇട്ടു ഗുരുവിൻ്റെ മുൻപിൽ. അവർ 4 പേര് വന്ന് കസേരയിലിരുന്നു. 3 കുട്ടികൾ അവിടെ ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ അവർക്ക് കസേര ഇട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല അതുവരെ. കാരണം എൻ്റെ ബോധം മനുഷ്യരെ വ്യക്തികളായി അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ ഒപ്പത്തിനൊപ്പമുള്ളവരെയും അതിന് മുകളിലുള്ളവരെയുമാണ്. എനിക്ക് താഴെയുള്ളവരൊക്കെ രണ്ടാന്തരം പൗരന്മാരാണ്. ഇത് ഞാൻ ബോധപൂർവം ചിന്തിച്ചതല്ല, എൻ്റെ ജൈവിക സ്വഭാവം അതാണ് മനുഷ്യൻ്റെ. അങ്ങനെ നമ്മളുടെ തികച്ചും ജൈവികമായ നമ്മളുടെ സ്വഭാവത്തിൻ്റെ മുകളിൽ സമരം ചെയ്യുന്നിടത്തു നിന്നാണ് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു സാമൂഹിക മാനം ഉണ്ടായി വരുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ 3 കുട്ടികൾക്ക് കസേര ഇട്ട് കൊടുത്തപ്പോൾ ആ 3 കുട്ടികൾ അവിടെ വന്നിരുന്ന ഒരു ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ കുട്ടികൾ ജാതി ഭേദമില്ലാത്തവർ ഒരു അന്തരീക്ഷം അനുഭവിക്കുന്നത്. പ്രായത്തിൻ്റെ ജാതി. ആരാണ് നല്ല മനുഷ്യനെന്ന ചോദ്യത്തിന് ആത്മബോധമുള്ളവനല്ല നല്ല മനുഷ്യനെന്നും, നമ്മളുടെ മുൻപിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിനോടും ഏറ്റവും പ്രായം കൂടിയവരോടും തുല്യതയോടെ പെരുമാറുന്നവനാരോ അവനാണ് നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വെറുതെ കണ്ണടച്ച് നോക്കുക. അറിവിൽ, പ്രശസ്തിയിൽ, അധികാരത്തിൽ, പ്രായത്തിൽ, ലിംഗത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞവരെന്ന് തോന്നുന്നവരോട് നമ്മൾ പെരുമാറുന്ന ടോൺ, ആ ധ്വനി, നീ അവിടെ മാറിയിരിക്കടാ എന്ന് ഇവരോടും സാറ് വന്നിരിക്കുമെന്ന് ഇവരോടും പറയുന്ന ആ ധ്വനി ഭേദത്തിൽ വ്യത്യാസം വരുമ്പോൾ മാത്രമേ ജാതി ഭേദമില്ലാത്തവരായിട്ട് നമ്മൾ മാറും. അറിവുണ്ടാവാൻ 3 മിനിറ്റ് മതി എന്നാണ് നിത്യ പറയുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പുണർന്നു നിൽക്കുന്നത് ഒരേ ഒരു പൊരുളാണെന്നറിയാൻ 3 മിനിറ്റ് മതി. ഒരു ശ്ലോകം എടുത്ത് നന്നായി വിശദീകരിച്ചാൽ മതി. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക എളുപ്പമല്ല. പ്രവൃത്തിയിൽ അന്യതാബോധമില്ലാതെ ചിന്തയും വാക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഞാൻ ഇങ്ങനെ എല്ലാ ജാതി വിട്ട് മതം വിട്ട്, മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഏകലോകം ഉണ്ടാവണം, വിശ്വപൗരനാവണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യവും വെച്ചിട്ടാണ് നിത്യൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ കുട്ടികളെ വ്യക്തികളായി കാണാതെ പോയത്? കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ജാതിബോധം പോയിട്ടില്ല. മനുഷ്യനാവുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം, ഒരാളൊരു സ്പിരിച്വലായ വ്യക്തിയാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം, തൻ്റെ മുൻപിലിരിക്കുന്നവർ ഏത് പ്രായത്തിലുള്ളവരായാലും എല്ലാവരിലെയും സ്പിരിറ്റ് ഒന്നാണെന്നും അവരെല്ലാവരും വ്യക്തികളാണെന്നും മനസ്സിലാക്കി ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുമ്പോഴാണ്. രണ്ടാമത് അവരിരുന്ന്, ആ കുട്ടികൾ വന്നൊരു നിവർന്നൊരു ഇരിപ്പിരുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. രണ്ടാമത് ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളുടെ വീട്ടിലൊരു 5 ആൾ വന്നിരുന്നാൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് വരെ ആരോടായിരിക്കും? ആ വന്നിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകളിലേക്കോ ആയിരിക്കും നമ്മൾ നോക്കുക.
ബാക്കിയുള്ളവരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവും. ബോധപൂർവമല്ല, അറിയാതെ സംഭവിക്കും. പ്രധാനപ്പെട്ട ആളോടെ നമ്മൾ സംസാരിക്കും. പക്ഷെ നിത്യൻ അന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടത്, നടരാജഗുരു ഗുരുകുലം ഉണ്ടാക്കിയതും ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഗുരു പറയുമ്പോൾ ഗുരു ഇങ്ങനെ എല്ലാവരെയും നോക്കുക. 7 വയസ്സായ കുട്ടിയെ നോക്കിയിട്ട് പറയുകയാണ് ആൾ. അങ്ങനെ നടരാജഗുരു ഇടം ഉണ്ടാക്കിയത് നമ്മളൊക്കെ വിശ്വപൗരന്മാരാവാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ ഒരു ഏകലോകത്തിലെ മനുഷ്യരാണെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിലുള്ളൊരു തിളക്കമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു വിഷയം, ഗൗരവമുള്ളൊരു വിഷയം നമ്മളെപ്പോഴെങ്കിലും, അപൂർവം ആളുകൾ മാത്രമേ കുട്ടികളായിട്ട് ചർച്ച ചെയ്യാറുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ അറിവിൽ കുറഞ്ഞവരാണെന്നാണ്. അത് കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കറിയാത്തതുകൊണ്ടാണ്. അന്ന് ആ നീണ്ടു നിവർന്നിരിക്കുന്ന കുട്ടിയുടെ കണ്ണിലുള്ള തിളക്കം, അവനിങ്ങനെ തലയാട്ടാണ്, ശരിയാണെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ വ്യക്തികളായി മാനിക്കാതെ അവഗണിക്കുന്നവരെ നമ്മളെപ്പോലെ തന്നെ ഒരേ ആത്മാവിൻ്റെ ഭാവങ്ങളാണെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ തിരിച്ചറിവുണ്ടാകുന്നത്. തിരിച്ചറിവുണ്ടാകുന്നു എന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നും, തിരിച്ചറിവ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസായി വരുന്നുണ്ടോ എന്ന് നോക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ സമഗ്രത ഉണ്ടാകുന്നത് എന്നും പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചത് നിത്യനിൽ നിന്നാണ്. പക്ഷെ നമ്മളിൽ നിന്ന് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നാരായണ ഗുരു അനുകമ്പാദശകം എഴുതിയപ്പോൾ വളരെ വിഷമിച്ചും സങ്കടപ്പെട്ടും അമർഷത്തോടെയും എന്ന പോലെ അദ്ദേഹം കുറച്ച് വരികൾ എഴുതിയിട്ടുള്ളൂ. അതിലൊന്നാണ് അനുകമ്പാദശകം. അരുളില്ല അതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പു താനവൻ, മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം, അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും, ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേതിനും. നമ്മളുടെ സമൂഹത്തിൽ അറിവിന് ഒരു കാലത്ത് ഒരു കുറവുണ്ടായിട്ടില്ല. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ പരമമായിരിക്കുന്ന അറിവിൻ്റെ വെളിച്ചത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരിൽ അവരറിഞ്ഞ ഏറ്റവും വെളിച്ചമുള്ള അറിവ് വെച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ ഇത്രമാത്രം എതിരായി മാറുന്നത്? ഖുർആനിനെയും ബൈബിളിനെയും ഗീതയെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ എത്രമാത്രം ഹിംസാത്മകമായിട്ടുള്ള ഒരു ലോകം കൂടിയാണ് നമുക്ക് ചുറ്റുണ്ടായിട്ടുള്ളത്. അറിവിൻ്റെ കുറവുകൊണ്ടാണോ? ഉപനിഷത്തുകളുടെ കുറവുകൊണ്ടാണോ? ദർശനശാസ്ത്രങ്ങളുടെ, തത്വചിന്തകളുടെ, കലാസാഹിത്യ സംഗീതാദികളുടെ കുറവുകൊണ്ടാണോ? അല്ല. ഗുരു ഒരിക്കൽ പറയുന്നുണ്ട്, ഉദാത്തമായ ആശയങ്ങൾ കൊണ്ട് നമ്മളുടെ ബോധത്തിൽ കാരുണ്യം വന്ന് നിറയുമ്പോൾ അത് പാതി വെന്ത അപ്പം മാത്രമാണ്. ഉള്ളിൽ കരുണ വന്ന് നിറയുക എന്ന് പറയുന്നത് പാതി വെന്ത അപ്പം മാത്രമാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ, ഒരു സംഗീതം കേൾക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളുടെ ബോധം അനുകമ്പ കൊണ്ടും ആർദ്രത കൊണ്ടും വന്ന് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ കരുണയുള്ളവരായി എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുന്നിടത്താണ് ഒരാളുടെ സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത്. ഉള്ളിൽ കാരുണ്യം വന്ന് നിറഞ്ഞ് കവിയുന്നത് സ്പിരിച്വൽ അല്ല. അത് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള, നമ്മളിലെ സ്പിരിറ്റ് ഉണരുന്നതിലേക്കുള്ള ആദ്യ പടി മാത്രമാണ്. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വന്ന കരുണയും അൻപും അനുകമ്പയും എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യനാവട്ടെ, മൃഗങ്ങളാവട്ടെ, പുൽക്കൊടിയാവട്ടെ, എന്തുമാവട്ടെ, അവരുടെ അത്യാവശ്യങ്ങൾ നിവർത്തിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയായി മാറുന്നതിലൂടെ മാത്രമേ കാരുണ്യത്തിൻ്റെ ശരീരം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ, ആ അപ്പം പൂർണ്ണമായിട്ട് വേവുന്നുള്ളൂ. കരുണയില്ലാത്ത ആരുമില്ല, കരുണ ഉണരാത്ത മനുഷ്യരില്ല. റോഡ് മുറിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് കരുണ വരാറുണ്ട്. ഉടനെ തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയും, എന്തൊരു കഷ്ടമാണ്, എന്തായാലും ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ മുൻപോട്ട് പോകും.
അങ്ങനെ ഉണർന്ന കരുണയ്ക്ക് ഇവിടെ ഇഷ്ടം പോലെ കവിതകൾ വായിച്ച്, സംഗീതം കേട്ട്, പാട്ട് കേട്ട്, കരുണ കൊണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ അറിയാതെ ഒരാൾ നമ്മുടെ തോളിൽ തട്ടിയാൽ നമ്മൾ അയാളെ നോക്കുന്നൊരു നോട്ടമുണ്ട്. കരുണ നിറഞ്ഞിരിക്കണ സമയമാണ്. തൊട്ടിക്കഴിഞ്ഞ് ഞാനിവിടെ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴാണ് താൻ തോളിൽ തട്ടുന്നതെന്ന് ധ്യാനിച്ചിരിക്കുന്നവർക്കിതുണ്ട്. എന്നെ ഒരിക്കൽ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ സുഹൃത്താണ്, പുള്ളി ഈടായിട്ട് ധ്യാനം തുടങ്ങി, അതിനുശേഷം അടുക്കളയിൽ പണിയെടുക്കാൻ പോലും പറ്റുന്നില്ല. പാത്രം ഒന്ന് ചെറുതായി മുട്ടിക്കഴിഞ്ഞാൽ അലറി വിളിക്കും. ഞാൻ ആകെ 1 മണിക്കൂറാണ് ധ്യാനിക്കുന്നത്, ആ സമയത്താണോ നിനക്ക് അടുക്കളയിൽ പണിയെന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ 1 മണിക്കൂർ ആൾ അനുഭൂതിയിൽ തന്നെയാണ്. എന്താണ് അനുഭൂതി എന്നുള്ളതാണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. നാരായണ ഗുരുവിൻ്റെ വാക്കുകളാണത്. എനിക്ക് നല്ലതായ ഒരു കാര്യം എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ബോധത്തിലും ആഴത്തിൽ ആനന്ദത്തെയും അനുഭൂതിയെയും നിറയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മൂല്യവത്തായ മനുഷ്യനായി മാറുന്നില്ല. അങ്ങനെ എനിക്ക് നല്ലതായ ഒന്ന് എൻ്റെ ചുറ്റുമിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലലുണ്ടാക്കുന്നതായി മാറുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭൂതിയെ ഞാൻ ചോദ്യം ചെയ്യണം. അത് തമസ്സാണ്. ആ ആനന്ദം തമസ്സാണ്. ആനന്ദത്തിന് തമസ് എന്ന് പറയുന്നൊരു ഭാവം കൂടിയുണ്ടെന്ന് യോഗശാസ്ത്രത്തിലൊക്കെ പറയും. തൊട്ടപ്പുറത്തിരിക്കുന്നവരോടുള്ള കൺസേൺ ഇല്ലാത്ത അനുഭൂതികളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. വിമർശന ബുദ്ധിയോടെ ഒഴിവാക്കേണ്ടതാണ്. ആ ആനന്ദത്തെ മാറ്റിവെച്ച് അപ്പുറത്തിരിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നിടത്താണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യനായിട്ട് മാറുന്നത്. നമ്മൾ മനനം ചെയ്യുക എന്ന് പറയുന്നത് അതാണ്. അത് എളുപ്പമല്ല, അത് നമ്മളിലില്ല. അതുകൊണ്ടാണ് ഗുരുവിന് കരഞ്ഞു പറയേണ്ടി വരുന്നത്. ഒരുപാട് നവാക്ഷരി മന്ത്രങ്ങളിപ്പോൾ ഖുർആനായാലും ബൈബിളായാലും ഗീതയായാലും ഉപനിഷത്തായാലും മനോഹരമായി ചൊല്ലിക്കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും എന്തും. പക്ഷെ ഗുരു പറയുന്ന അരുളുള്ളവനാണു ജീവി എന്ന നവാക്ഷരി മന്ത്രം നാം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കണം. കാരണം അറിവിൻ്റെ ലോകം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു നമ്മളുടെ ലോകം. എല്ലാവരും അവരവരുടെ അറിവുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് അലിവിൻ്റെ ഒരു പ്രപഞ്ചത്തെ കൊണ്ടുവരണം. അലിവിൻ്റെ പ്രപഞ്ചം നാച്ചുറലായിട്ടുണ്ടാവില്ല. അറിവിൻ്റെ പ്രപഞ്ചം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അലിവിൻ്റെ പ്രപഞ്ചം ഉണ്ടാക്കണമെങ്കിൽ എന്നെ മാറ്റിവെച്ചാലേ ഉണ്ടാവും. എന്നെ കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നിടത്താണ് ഒരാളിൽ അലിവുണ്ടാവുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ കേന്ദ്രമായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്, എൻ്റേന്നത് തന്നെയാണ്. എന്നെ കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നതിന് പറയുന്ന പേരാണ് അലിവ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നമ്മളത് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അലിവാർന്ന ഒരു ഉള്ളുണ്ടാവുക എന്ന് പറയുന്നത് നല്ല വില കൊടുത്താൽ മാത്രം ഉണ്ടാവുന്നൊരു കാര്യമാണ്. പണ്ട് ഗുരുനിത്യയുടെ കൂടെ പുറത്ത് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ചാണകം വാരിയിട്ട് ചാണകമായിട്ട് ഞാൻ ഗുരുകുലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് നടക്കുമ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, താൻ എവിടേക്കാടോ ഈ ചാണകമായിട്ട് പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുകുലത്തിൻ്റെ ഉള്ളിലുള്ള ചെടിക്ക് ഇട്ട് കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ റോഡ് സൈഡിലൊന്നും ചെടിയില്ലേ എന്ന്. ഞാൻ അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോയി. സംഭവം ഉപനിഷത്ത് പഠനമൊക്കെ നടക്കുന്നുണ്ട്, ധ്യാനം നടക്കുന്നുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഏകലോകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗുരുകുലത്തിൽ വീട് വിട്ടൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ ഗുരുകുലത്തിൽ ചെന്ന് താമസം തുടങ്ങുമ്പോൾ ആ ഗുരുകുലത്തിന് ചുറ്റുമുള്ള അതിരിൻ്റെ ഉള്ളിലുള്ള ഇടം എൻ്റേതായി മാറുകയും അതിന് പുറത്തുള്ളത് അന്യരുടെ ഇടമായി മാറുകയും ചെയ്യുമെന്ന് പറയുന്നത് നമ്മുടെ ജൈവിക സ്വഭാവമാണ്. എത്ര ധ്യാനിച്ചാലും അതുണ്ടാവും, അതില്ലാതാവില്ല. മനുഷ്യനിൽ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ അതിരിന് വെളിയിലുള്ളത് എൻ്റേതുകൂടിയാണ് എന്ന് ബോധപൂർവം സ്വയം മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിനെയാണ് മനുഷ്യനാവുക എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ഒരു ദിവസം ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ അതിരില്ലാത്തൊരു മനുഷ്യനായി തീരുമെന്ന് പറയുന്നത് വൃഥാ പറയുന്നതാണ്, ഒരിക്കലും ആവില്ല. നിത്യൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൈ വിട്ടുപോയടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ദേഷ്യം പിടിച്ചാൽ പൊട്ടിത്തെറിച്ചാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടു പോയി, കൈ വിട്ടുപോയി എന്ന് പറയും.
ശിഷ്യന്മാർ പക്ഷെ അതിനെ വ്യാഖ്യാനിക്കും, അത് ദേഷ്യമൊന്നുമല്ല, അപ്പുറത്തിരിക്കുന്ന ആളുടെ സംസ്കാരത്തിന് ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ഗുരുവിലൂടെ പ്രകൃതി സംഭവിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കും. പക്ഷെ അവർക്കറിയാം മഹാഋഷിമാരും എത്ര ഉദാത്തമായി ചിന്തിക്കുന്നവരും ധ്യാനിക്കുന്നവരും വെളിച്ചമുള്ളവരുടെയും കൈവിട്ടു പോകും. അതിന് പറയുന്ന പേരാണ് മനുഷ്യപ്രകൃതമെന്ന്. മനുഷ്യപ്രകൃതത്തോടു കൂടിയ, പരിമിതിയുള്ള പ്രകൃതത്തോടു കൂടിയ ബോധത്തിൽ പരിമിതിയില്ലാത്ത ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന് അവൻ്റെ മേൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം. ഞാനൊരു കള്ളുകുടി നിർത്തിയ ആളുകളുടെ ഒരു ആൽക്കഹോളിക് അനോണിമസ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. കോഴിക്കോടാണ്, 500 പേരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ അവിടെ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ അവസാനം സംസാരിക്കാം, എല്ലാവരും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഒരു ഹാജിയാരാണ്, ആൾക്കൊരു 70 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം വന്ന് നിന്നിട്ട് അവരിങ്ങനെ തുടങ്ങുന്നത് അദ്ദേഹം ആദ്യത്തെ വാക്ക് ഞാനൊരു മദ്യാസക്തനാണ്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെ? ഞാനൊരു മദ്യാസക്തനാണ്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല, ദൈവാനുഗ്രഹത്താൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല, നാളെയും അങ്ങനെയാവാൻ എനിക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അദ്ദേഹം സംസാരം കൺക്ലൂഡ് ചെയ്തത് ഒരു കള്ളുകുടിയൻ കള്ളുകുടി നിർത്തുക എന്ന് പറയുന്നത് ഒരു വിഷപ്പാമ്പിൻ്റെ തലയിൽ കാലെടുത്ത് വയ്ക്കുന്നത് പോലെയാണ്. എന്ന് കാല് മാറ്റുന്നുവോ അന്ന് പാമ്പ് കുത്തും. ഞാനിതൊക്കെ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇത്രയും പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ, മനുഷ്യജീവി എന്ന നിലയിൽ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും അഹങ്കാരാസക്തരാണ്. എത്ര ധ്യാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ ഒരാൾ ഇവിടേക്ക് കയറി വന്ന് ഒരു ബഹളം വെച്ചാൽ ഈ സംസാരം തുടങ്ങിയതിന് തൊട്ട് മുമ്പ് ബഹളം വയ്ക്കുന്ന ആളോട് പ്രതികരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ശാന്തിയോടെ ഞാൻ പ്രതികരിക്കും, കുറച്ചും കൂടി ശാന്തിയോടെ. അതിൻ്റെ അർത്ഥം എൻ്റെ ബോധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായി എന്നല്ല, മറിച്ച് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങളും ഈ വാക്കുകളും എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു സ്വസ്ഥത, എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന പ്രക്ഷുബ്ധതകളെ താൽക്കാലികമായി അടക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു മറയാണ്. ഇങ്ങനെ അനേകം മറകൾ വെച്ചിട്ടാണ് നമ്മളുടെ ബോധത്തിൻ്റെ സ്വാഭാവികമായ അക്രമവാസനയെ അനുനയിപ്പിച്ച് നിർത്തുന്നത്. അത് ഈ പാമ്പിൻ്റെ മുകളിൽ കാല് വയ്ക്കുന്നത് പോലെയേ ഉള്ളൂ. നമ്മളെ തൊടേണ്ടടുത്ത് തൊടുന്നത് പോലെ തൊടാൻ ഒരാൾ വരുന്നത് വരെ നിലനിൽക്കുന്ന സമാധാനവും പ്രശാന്തിയും മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരിച്ചറിയാനും, അതോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുള്ള മനുഷ്യർ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള മനുഷ്യർ, അതിനെയാണ് മതദ്വേഷമില്ലാതിരിക്കണം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായമുള്ളവരാണ് നമുക്ക് ചുറ്റുള്ളത്. ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്നവനും, ഒരു ഗുഹയിൽ കണ്ണടച്ചിരുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സമാധാനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നവനും, മുറിയിലിരുന്ന് പുസ്തകം വായിക്കുന്നവനും, റോട്ടിൽ സമരം ചെയ്യുന്നവനും എല്ലാവർക്കും ഇവിടെ പങ്കുണ്ട്. ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരവരുടേതായ ശരികളുണ്ട്. തികച്ചും വ്യക്തിപരമായ ജീവിതം ജീവിക്കാനും സാമൂഹികമായ ജീവിതം ജീവിക്കാനും താനും പ്രപഞ്ചവും മാത്രം ചേർന്ന് ജീവിക്കാനുമുള്ള റൈറ്റ് എല്ലാവർക്കുണ്ട്. അവരവർക്ക് അവരവരുടേതായ യുക്തി അനുസരിച്ച് അതിൻ്റെ ശരികൾ പറയാനുമുള്ള റൈറ്റുണ്ട്. പക്ഷേ ഒറ്റയ്ക്കിരുന്ന് വീണ വായിക്കുന്നവനും സമൂഹമധ്യത്തിൽ സമരം ചെയ്യുന്നവനും താനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള പാരസ്പര്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവനും ധ്യാനിക്കുന്നവനും തൻ്റെ ആ ചെയ്തി അപ്പുറത്തിരിക്കുന്ന സഹജീവികൾക്ക്, മനുഷ്യനുൾപ്പെടെയുള്ള സഹജീവികൾക്ക്
ഒരു തലത്തിലും അലോസരമുണ്ടാക്കാതിരിക്കാനുള്ള ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടവരായിരിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ളവരായി തീരുന്നുവെങ്കിൽ അവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്പിരിച്വലായ മനുഷ്യരാണ്. അത് മതവും മതാധിഷ്ഠിതമായി രൂപപ്പെട്ടു വന്നതും മതാതീതമായി രൂപപ്പെട്ടു വന്നതുമായ മിസ്റ്റിസിസത്തെക്കുറിച്ചല്ല ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ആരാണ് സ്പിരിച്വൽ എന്നതിനൊരു ഉദാഹരണം പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മ ഒരു കുഞ്ഞിനെ തോളത്തിട്ട് വന്ന് നമ്മളുടെ അടുത്ത കസേരയിൽ അപ്പുറത്ത് മാറിയിരിക്കുന്നു. ആ അമ്മയുടെ തോളിലിരുന്ന് ആ കുഞ്ഞ് നമ്മൾ നോക്കി ഒന്ന് ചിരിക്കും. ആ സമയത്ത് നമ്മൾ ആ കുഞ്ഞിനെ കളിപ്പിക്കുന്ന നമ്മളുണ്ട്. ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിരിക്കുകയും ആ കുഞ്ഞിനോട് പെരുമാറുകയും ചെയ്യുന്ന നമ്മളുണ്ട്. നമ്മളും ആ കുഞ്ഞും മാത്രം. ആ സമയത്തുള്ള നമ്മുടെ എക്സ്പ്രഷൻ ആരെങ്കിലും ഒരു വീഡിയോയിൽ പകർത്തി നമ്മളെ കാണിക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് പറയാം, ഇതാണ് നിന്നിലെ സ്പിരിച്വാലിറ്റി എന്ന്. നമ്മളുടെ ഒരു ഈഗോയും ഇല്ലാതെ, ഒരു അഹങ്കാരവും ഇല്ലാതെ, ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലം അഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ്. അവിടെ നമുക്കൊന്നുമില്ല. നമ്മളുടെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന നാഡീഞരമ്പുകളൊക്കെ അയഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. ചൂട് പിടിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സൊക്കെ തണിഞ്ഞിരിപ്പുണ്ടാവും. ഒരു ഈഗോയും നമുക്കില്ല. ആ കുഞ്ഞിനെ പോലെ തന്നെ ഒരു കുഞ്ഞായി നമ്മളങ്ങ് മാറുന്നത് നമ്മളപ്പോഴനുഭവിക്കും. ആ ഒരു ഭാവമാണ് സ്പിരിച്വാലിറ്റി. ആ ഒരു ഭാവത്തിൽ നിന്നാണ് മനുഷ്യന് അലിവുണ്ടായിട്ടുള്ളത്. കൺസേണാണത്. ആ കുഞ്ഞിനെ പരമാവധി സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റെ അഭാവം അനുഭവിക്കും. അവിടെ ഞാൻ തികച്ചും അപ്രസക്തനാവും. അവിടെ പിന്നെ പ്രസക്തിയായി വരുന്നത് ഞാനും ആ കുഞ്ഞും ചേർന്നിരിക്കുന്ന ബോധമാണ്. ആ കുഞ്ഞിനും സമാധാനം ഉണ്ടാവണം, എനിക്കും സമാധാനം ഉണ്ടാവണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനം ഉണ്ടാവണം, നമ്മൾ ചുറ്റുള്ളവർക്കൊക്കെ സമാധാനം ഉണ്ടാവണം. ആ കുഞ്ഞിൽ നിന്നും മാറിയിട്ടുള്ള പിന്നെയുള്ള കുറച്ച് സമയം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇലകൾക്കൊക്കെ കുറച്ചും കൂടി സൗന്ദര്യമുള്ളതുപോലെ തോന്നും. തൊട്ടടുത്തൂടെ നടന്നു പോകുന്ന മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാണെന്ന് തോന്നും. എല്ലാറ്റിലും ഒരു വെളിച്ചമുള്ളതുപോലെ നമുക്ക് തോന്നും. അത് നമുക്ക് തോന്നിയത് നമ്മളുടെ ഒരു എക്സ്പ്രഷനിൽ നിന്നാണ്. നമ്മൾ നമ്മളെ മാറ്റിവെച്ച്, നമ്മളുടെ കാർക്കശ്യങ്ങളെ മാറ്റിവെച്ച്, നമ്മളുടെ എല്ലാ കൂർത്ത മൂർത്ത മുള്ളുകളും മാറ്റിവെച്ച് അയവുള്ളവരായതുകൊണ്ടാണ്. പണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരില്ലാതെ പ്രവൃത്തി മാത്രം ഉണ്ടായപ്പോഴാണ്. നിങ്ങളിപ്പോൾ പ്രവൃത്തിയാരാണല്ലേ എന്ന് ചോദിച്ചല്ലോ. ഒരു ആരുമില്ലാത്ത പ്രവൃത്തിയായിരുന്നു ആ കുഞ്ഞിനോട് നമ്മൾ ഇടപഴകിയ ആ നിമിഷം എന്ന് പറയുന്നത്. അതുപോലെയുള്ള ആർദ്രമായ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ ഇങ്ങനെ പരസ്പരം കടിച്ചു കീറുന്നൊരു കാലത്ത്, ഈ കാലം മാത്രമല്ല മനുഷ്യനെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ അത് കുറച്ചും കൂടി അങ്ങ് ഉണർന്നറിയാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. ഒരു കാലത്ത് മനുഷ്യർ നല്ലവരും ഇപ്പം ഇങ്ങനെ മനുഷ്യർ മോശമായതൊന്നുമല്ല. മനുഷ്യനെന്നും അടിസ്ഥാനപരമായ അക്രമകാരിയാണ്. കൊണ്ടും കൊടുത്തുമാണ് മനുഷ്യൻ കുറച്ച് സമാധാനമുള്ള ജീവിതം ഉണ്ടാവാൻ ചുറ്റുപാടുമുള്ള മനുഷ്യരും സഹജീവികളും പ്രകൃതിയും അതിരുകളുമൊക്കെ ഇല്ലാതെയാവുന്ന ഒരു ലോകമുണ്ടായാൽ മാത്രമേ ഇവിടെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് അതിരുകളില്ലാത്ത ലോകമുണ്ടാവണമെന്ന ഒരവബോധത്തിലേക്ക് നമ്മൾ ഉണർന്നു വന്നത്. ആ ഒരു കൺസേൺ സർവ്വ മനുഷ്യരോടും സഹജീവികളോടും പ്രകൃതിയോടും പ്രപഞ്ചത്തോടും വളർത്തിയെടുക്കാനും അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. നമ്മൾ നമുക്ക് വേണ്ടി, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കിടന്നു ചെയ്യുന്ന അപജയകർമ്മത്തിൽ നിന്ന് സ്വയം ഉണർന്ന് അപരനു വേണ്ടി, അപരൻ എന്ന് പറഞ്ഞാൽ മറ്റവൻ എന്നല്ല അർത്ഥം, തന്നിൽ നിന്ന് അന്യമല്ലാത്തവൻ എന്നാണ് അപരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്നിൽ നിന്ന് അന്യമായി തോന്നുന്ന മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം തന്നിൽ നിന്ന് അന്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അഹർനിശം പ്രയത്നം, എൻ്റെ സമാധാനത്തിന് വേണ്ടി തന്നെ പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാറ്റിൻ്റെയും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ആരുകളെല്ലാം
മാറ്റിവെച്ച് പ്രവൃത്തിയുടെ ഉദാത്തമായ ഒരു ഭാവത്തിലേക്ക് ഉണർന്ന് ജീവിച്ച് തുടങ്ങുന്നിടത്താണ് നമ്മളുടെ സ്പിരിറ്റിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതം ജീവിക്കുന്നവരായി മാറുക എന്ന് പറഞ്ഞ് കൃത്യമായി സമയം നിർത്തുന്നു. നമസ്കാരം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സാമൂഹ്യ പ്രതിബദ്ധത പറയുന്നു ഞാൻ എന്നെ വലുതാക്കണം. ഇപ്പം തിയോളജി പറയുന്നു അവരെന്നെ കാണണം. അപ്പം നമുക്കിപ്പം ഇത് കൺഫ്യൂഷനായി. ഇതിന് മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞു ഞാൻ എന്നെ വലുതാക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിയോളജി പറയുന്നു നമ്മൾ അവരെന്നെ കാണണം. ഇത് നമ്മൾ കാലാകാലങ്ങളിൽ മാറി മറിഞ്ഞു നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്തു. പക്ഷേ നമുക്കിപ്പം ഏതാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയണം. അത് കണക്ട് ചെയ്തൊന്ന് സംസാരിക്കണം. ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു കന്യാസ്ത്രീ ശുശ്രൂഷിക്കാനായി കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കി ആ കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് ആ കന്യാസ്ത്രീ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നിൽ യേശുവിനെ കണ്ടിട്ടാണ് നിന്നെ ഞാൻ ശുശ്രൂഷിച്ചത് എന്ന്. ഉടനെ തന്നെ ആ കുഞ്ഞ് ആ കന്യാസ്ത്രീയെ തള്ളി മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, അപ്പോൾ എന്നെയല്ല അല്ലേ നിങ്ങൾ സ്നേഹിച്ചത് എന്ന്. ഇത് രണ്ടിലും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത്വമാണ്. ഈ കഥ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു സന്യാസിയുടെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്വാമിയുടെ സംസാരമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്. ആ കന്യാസ്ത്രീ അന്ന് റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പൂവിനെ പൂവായി കണ്ടാൽ മതി, കുഞ്ഞിനെ കുഞ്ഞായി കണ്ടാൽ മതി, ആകാശത്തെ ആകാശമായി കണ്ടാൽ മതി. തൻ്റെ മുൻപിലിരിക്കുന്നതിനെ അതായി കണ്ട് അതിനെ സ്നേഹിച്ചാൽ അവിടെ സന്നിഹിതമായി വരുന്ന സാന്നിധ്യമാണ് ക്രിസ്തു എന്ന് ആ കന്യാസ്ത്രീ പിന്നീട് തിരിച്ചറിഞ്ഞുവെന്നും ആ തിരിച്ചറിവിലാണ് ആ കന്യാസ്ത്രീക്ക് ദൈവിക ബോധമുണ്ടായത് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്തത്. ഈ സെൻ ദർശനത്തിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്കുണ്ട്. നിങ്ങൾ ദൈവത്തെ തേടി, ബ്രഹ്മത്തെ തേടി, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനത്തെ തേടി നടന്ന് സമയം കളയരുത്. നിങ്ങൾ ബുദ്ധനെ തേടി അലയരുത്. നിങ്ങൾ നിങ്ങളുടെ ജനലുകളും വാതിലുകളും തുറന്നിട്ടാൽ മതി. കാറ്റും വെളിച്ചവും അവിടേക്ക് കയറി വന്നുകൊള്ളും. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ല. നമ്മളിൽ അടച്ചിട്ടിരിക്കുന്ന വാതിലുകളും ജനലുകളും തുറന്നു വയ്ക്കുമ്പോൾ അവിടേക്ക് കയർന്നു വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും വലിയ അടച്ചിടൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റേത് എന്നുള്ളത് തന്നെയാണ്. ദലൈലാമ പറയുന്ന ഒരു മനോഹരമായ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്. സ്നേഹം വരാൻ വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത്, നേരെ പോയി സ്നേഹിച്ചു തുടങ്ങണം. അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഉണർന്നു വരുന്നതാണ് സ്നേഹം. അതിന് ഉദാഹരണമായിട്ട് പറയാം, രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നതാണ്. രാവിലെ നേരത്തെ ഉണർന്നെഴുന്നേൽക്കാൻ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ നമ്മളെ തന്നെ ബലം പിടിച്ചിട്ടാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിച്ച് മുഖം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ബോധപൂർവമുള്ള ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. ഓപ്പണിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുറങ്ങില്ല. അതുപോലെ നാച്ചുറലായിട്ട് സ്നേഹം വരാൻ വേണ്ടി കാത്തിരുന്നാൽ ഈ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവൂ. ജീവിതത്തിൽ ബോധത്തിൽ ആഴത്തിലുള്ള ഒരു വെളിച്ചം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നിർബന്ധിതമായി ഉത്തരവാദിത്വമില്ലാത്തതിനോട് ബോധപൂർവം ഉത്തരവാദിത്വമുള്ളവരായി മാറുമ്പോഴാണ്. കാരണം ഒരു മനുഷ്യനെപ്പോഴും സ്വാഭാവികമായ ഒരു അതിരുബോധമുണ്ട്. ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. ആദ്യത്തെ അതിരുബോധം ഞാൻ, എൻ്റെ എന്നുള്ളത് തന്നെയാണ്. അത് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുട്ടികളും തൊട്ടാൽ വിവരം അറിയും. പക്ഷേ നമ്മളത് ഇത്തിരി വികസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, മക്കൾ, ഇങ്ങനെ ഒരു വട്ടം കൂടിയ ഒരു വിഭാഗമുണ്ട്. അതിനോടുള്ള കൺസേൺ നമുക്ക് നാച്ചുറലായിട്ടുണ്ടാവും. പക്ഷേ ഗുരുകുലത്തിൻ്റെ ഗേറ്റിന് പുറത്തുള്ള ഒരു ചെടിക്ക് ഞാൻ റോട്ടിൽ നിന്ന് വാരിയ ചാണകം ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ എന്നിൽ പണിയെടുത്താലേ എടുക്കാൻ പറ്റൂ.
എന്നോട് സമരം ചെയ്താലേ ചെയ്യാൻ പറ്റും. അത് ഞാൻ എന്നോട് നടത്തുന്ന സമരമാണ്. ഈ ചാണകമായിട്ട് ഞാൻ നേരെ അകത്തേക്ക് നടക്കുമ്പോൾ ഒരു ഗുരു എന്നോട് വന്ന് പറഞ്ഞു തരികയാണ്, ഷൗക്കത്തെ ഇതാ ഈ ഗേറ്റിൻ്റെ പുറത്തുള്ള ചെടി തന്നെയാണ്, അകത്ത് മാത്രമല്ല, അത് നാച്ചുറലായിട്ട് വരില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു കൺസേൺ വരാത്തിടത്തോളം കാലം, അങ്ങനെയുള്ള കൺസേൺ ഉള്ള പ്രവൃത്തി ഇല്ലാതെ പോയ ദൈവസങ്കല്പങ്ങൾ കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. ഞാൻ ചെറുപ്പത്തിലൊരു മുസ്ലിയാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന മൊയിലേരോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പോകാത്ത, പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ഒന്നും ചെയ്യാത്ത കുറച്ച് മനുഷ്യരുണ്ട്. ആ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഓലപ്പരകളൊക്കെ കെട്ടിക്കൊടുക്കാൻ ഇവരാ നടക്കുക. എല്ലാം പൈസ പിരിച്ചവർ കെട്ടിക്കൊടുക്കും. ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവരവിടെ ഓടിയെത്തും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞാനാണെങ്കിൽ പരമഭക്തനാണ്. 5 വയസ്സ് മുതൽ പള്ളിയിൽ പോകും, നിസ്കരിക്കും, കൃത്യമായിട്ട് നിസ്കരിക്കും, നോമ്പ് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ ഉള്ളിൽ ആകെ കോൺഫ്ലിക്റ്റാണ്. കാരണം എനിക്ക് ഈ ജോസേട്ടൻ, സലീം ക എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എൻ്റെ വിഷമം മുഴുവൻ ഇവർ നരകത്തിൽ പോകുന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ ഉറപ്പായിട്ട് നരകത്തിൽ പോകും. കാരണം ഇവർ എന്ത് ചെയ്താലും ഇവർ പള്ളിയിൽ പോകുന്നില്ല, അമ്പലത്തിലെങ്കിലും പോയാൽ മതി, അതും ചെയ്യുന്നില്ല, ചർച്ചിലൊന്നും. അപ്പോൾ ഞാൻ മുസ്ലിയാരോട് ഒരു ദിവസം ചോദിക്കുകയാണ്, മുസ്ലിയാരെ, നമ്മളെ നാട്ടിലുള്ള ഈ ആളുകൾ ഇവരിങ്ങനെ എല്ലാം, നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ പള്ളിയിൽ വരുന്നവരൊന്നും അവിടെ അങ്ങനെ കാണാറില്ല. അപ്പോൾ അവരൊക്കെ സ്വർഗത്തിൽ പോകുമോ? അപ്പം മൊയിലേരെ ഇങ്ങനെ തലമുമ്പിട്ടിട്ട് പറഞ്ഞു, അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ മോന് വിഷമൊന്നും വിചാരിക്കരുത്. അവർ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും മുഹമ്മദ് നബിയാണ് അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടും അവർ കൃത്യമായി നമസ്കരിക്കാത്തത് കൊണ്ടും എന്ത് പ്രവൃത്തി ചെയ്താലും അവർ നരകത്തിലേ പോകും. അന്ന് ഞാൻ മൊയിലേരോട് പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ഈ മതത്തിൽ ഞാനില്ല, ആ ദൈവത്തെയും എനിക്ക് വേണ്ട. അന്ന് വിട്ടിറങ്ങിയതാണ് ആ ദൈവത്തെ വിട്ടിറങ്ങി ഞാൻ ചെല്ലുന്ന ഒരാശ്രമത്തിൽ ചെല്ലുമ്പോൾ ഒരാൾ പറയും, എവിടെ പോയാലും ഇവിടെ വന്നാലേ മോക്ഷം കിട്ടുള്ളൂ. അൾട്ടിമേറ്റ് അദ്വൈതമാണ്. അപ്പുറത്ത് ചെന്നാൽ വിശിഷ്ടാദ്വൈതം, വേറെ ചെന്നാൽ ദ്വൈതം, പിന്നെ ഓരോ ആൾ ദൈവങ്ങൾ, അവരുടെ അടുത്ത് ചെല്ലണം, ഇവരുടെ അടുത്ത് ചെല്ലണം. എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത് ആരുമില്ല. എല്ലാവരും ക്ഷണിക്കുന്നത് അവരവരുടെ ഐഡിയോളജിയിലേക്ക്. ഭാരതീയ ദർശനം, അങ്ങനെ എന്തെങ്കിലും ദർശനമുണ്ടോ? ഏതാണ് ഈ ഭാരതം? ഏതാണ് ഈ ഭാരതത്തിൻ്റെ അതിര്? ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ചെറുതിലും ചെറുതായിരിക്കുന്നതിലും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ദൈവം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഭാരതീയ ദർശനമാവുക? അപ്പോൾ ഈ പാശ്ചാത്യ ദർശനം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടോ? ഞാൻ ഗുരുകുലത്തിൽ ചെന്ന് ആദ്യത്തെ ഈ ഡിവിഷൻ ഇല്ലാതാക്കുന്ന വർത്തമാനം കേൾക്കുന്നത് നിത്യനിൽ നിന്നാണ്. അദ്ദേഹം എന്നിട്ട് പറയണം, നിർബന്ധിതമായി എനിക്ക് ഭാരതീയ മനഃശാസ്ത്രം എന്നുള്ള പുസ്തകം പോലും എഴുതേണ്ടി വന്നു, അത് സാങ്കേതികമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വൈകാരികമായി ഞാനൊരു ലോക പൗരനും സാങ്കേതികമായി ഞാനൊരു ഇന്ത്യൻ പൗരനുമാണെന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഈ സാങ്കേതികമായ ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് നമ്മളുടെ ദർശനങ്ങൾക്ക് മോക്ഷം വേണമെന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വൈകാരികമായി ഈ ലോകത്ത് എവിടെ ഉണ്ടായിട്ടുള്ള ദർശനങ്ങളും എൻ്റെ ദർശനമാണ്, എൻ്റെ കല്ലിപ്പുകൾ ഒഴിവാക്കാനുള്ള ദർശനമാണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ നമ്മളിൽ ആദ്യം പ്രവർത്തിക്കേണ്ടത് നീ നേരത്തെ പറഞ്ഞ ഈ ഒരു കരുണയുടെ ലോകമാണ്, പ്രവൃത്തിയുടെ ലോകമാണ്. ദൈവത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ ലോകം. ഇന്നിപ്പോൾ രാമ, അള്ളാഹ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. ഇപ്പോൾ ശ്രീരാം എന്ന് കേൾക്കുമ്പോൾ, അള്ളാഹു അക്ബർ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. ആക്രോശങ്ങളായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ധ്യാനങ്ങൾ. എല്ലാ ധ്യാനവും കഴിഞ്ഞ് എല്ലാവരും പീസ്ഫുള്ളായിട്ടിരിക്കും പറയും, ഇനി നമ്മളൊക്കെ ഒന്നുകൂടി യോജിക്കണം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞ് വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന മനുഷ്യരോട് പുരോഹിതൻ പറയുന്ന വാക്കാണ്, ഏറ്റവും ശാന്തമായിരിക്കുന്ന മനുഷ്യനോട് പറയേണ്ടത്, നമ്മൾ ആരോടെങ്കിലും എവിടെയെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇണക്കമുണ്ടാക്കണമെന്ന് പറയുന്നതിന് പകരം നമ്മളിനി ഇതുപോലെ ഒന്നായാൽ പോരാ, ഒന്നുകൂടി ഒന്ന് ഒന്നിക്കണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്
ഏറ്റവും പീസ്ഫുള്ളായിരിക്കുന്ന മനസ്സിൽ നിന്നാണ് ഏറ്റവും തീവ്രമായ ഹിംസ വരാനുള്ള സാധ്യത. കോൺഷ്യസ്നെസ് അങ്ങനെയാണ്, എക്സ്ട്രീമിസമാണ്. ഏറ്റവും പീസ്ഫുള്ളായ ഒരാളെയാണ് ഏറ്റവും ക്രൂരനാക്കി മാറ്റാൻ എളുപ്പം. അതുകൊണ്ട് ഏറ്റവും പീസ്ഫുള്ളായിട്ടിരിക്കുന്ന മനുഷ്യരോട് എന്താണ്, ഞാൻ ഇത്രയും പേർക്ക് സമാധാനം കൊടുത്താൽ അറിയാതെ എൻ്റെ ബോധം ആ ആളിൽ സറണ്ടർ ചെയ്യും, ആ ആളെ അനുസരിക്കുന്ന ആളായിട്ട് മാറും. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു ഹൈറാർക്കിക്കൽ സ്പീഷീസ് എന്നുള്ള നിലയിൽ ഫോളോ ചെയ്യുന്ന ജീവിയാണ്, ചിന്തിക്കുന്ന ജീവിയല്ല. ചിന്ത എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഏഡഡ് എബിലിറ്റി മാത്രമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫോളോ ചെയ്യും, നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന ആളെ ഫോളോ ചെയ്യും. നമ്മൾ പറയാറില്ലേ, സ്നേഹത്തിന് വേണ്ടി അയാളെ കൊല്ലാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറയും. നമ്മൾ അറിയാതെ പറയാറുള്ള വാക്ക, നിനക്ക് വേണ്ടി, കാമുകിയോട് കാമുകൻ പറയും, നിനക്ക് വേണ്ടി ആരെ വേണമെങ്കിലും ഞാൻ കൊല്ലാൻ പോലും തയ്യാറാണ്. സ്നേഹത്തിന് വേണ്ടി കൊല്ലാൻ പോലും തയ്യാറാകുന്ന ഒരു ബോധമാണ് മനുഷ്യൻ്റെ. അവരെയാണ് ഇങ്ങനെ ഏറ്റവും പീസ്ഫുള്ളാക്കി പ്രാർത്ഥിച്ചിരുത്തിയിട്ട് പറയുന്നത്. ഇനിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സമാധാനം കുറച്ചു നേരം മാറ്റിവെക്കുക. അവരെ നമ്മൾ സൂക്ഷിക്കണം, അവർക്കെതിരെ നമ്മൾ ഒന്നാവണം. മുസ്ലിം പറയുന്നു, ഹിന്ദു പറയുന്നു, ക്രിസ്ത്യാനി പറയുന്നു, വ്യത്യസ്ത രാഷ്ട്രീയക്കാർ പറയുന്നു. ഞാനൊരിക്കൽ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള യുക്തിവാദികളും ഒരു സന്യാസിയും തമ്മിലുള്ള ഒരു സംവാദം കാണുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ കാണുക. ഞാൻ ശ്രദ്ധിച്ചത് സദസ്സിനെയാണ്, ഇവരെയല്ല. അപ്പോൾ സന്യാസി സ്വതന്ത്ര ചിന്തകനായ ആളെ തർക്കിച്ച് അയാൾ അവതരിപ്പിച്ച പോയിൻ്റ് അടിച്ചിടുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ആർത്തട്ടഹസിച്ച് കൈയടിക്കുന്നു. തൊട്ടപ്പുറത്ത് വന്ന് നിന്നിട്ട് യുക്തിവാദിയായ ആൾ സന്യാസി പറയുന്ന പോയിൻ്റ് അടിച്ചു നിവർക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ അട്ടഹസിച്ച് കൈയടിക്കുന്നു. ഈ രണ്ട് കയ്യടിയും തമ്മിലൊരു വ്യത്യാസമില്ല. ഓഡിയൻസ് വന്നിരിക്കുന്നത് മതബോധത്തോടു കൂടിയിട്ടാണ്. അവരിയ്ക്കുന്നത് ഈ രണ്ടാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന അന്വേഷണമേ അല്ല, ഇപ്പുറത്തിരിക്കുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന ആൾ തോൽപ്പിക്കുന്നുണ്ടോ എന്നാണ്. ആകെ അറിയേണ്ടത് തോൽപ്പിക്കുന്ന, എന്നിട്ട് ഇതിൽ ഒരാൾ ജയിക്കുന്നു എന്ന് രണ്ടുപേരുടെ പക്ഷവും രണ്ടുപേരും ജയിച്ചതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. രണ്ടുപേരും തൃപ്തരായിട്ട് എണീറ്റ് പോകുന്നു. ഇതിന് പറയുന്ന പേരാണ് മതബോധം. അത് യുക്തിവാദിയായാലും രാഷ്ട്രീയവാദിയായാലും മതവാദിയായാലും ഞാൻ പറയുന്നതാണ് ശരിയെന്നും അപ്പുറത്തിരിക്കുന്നവർ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നും തോന്നുന്ന ബോധത്തിന് പറയുന്ന പേരാണ് റിലീജിയസ് മൈൻഡ്. നേരെ മറിച്ച് ആരെന്തും പറയട്ടെ, അത് മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ വെളിച്ചം തരുന്നതാണോ എന്ന് നോക്കുകയും അതിൽ കൊള്ളാവുന്നതിനെ എടുക്കുകയും മനുഷ്യന് വിഭാഗീയത ഉണ്ടാക്കുന്നതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിനെ സ്വീകരിക്കുന്ന ആ ആൾ ആ സദസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ച് ആഹ്ലാദിച്ചിരിക്കുന്നുണ്ടാവില്ല, കൂളായിട്ടിരിക്കുന്നുണ്ടാവും. അയാൾ ഒരാളുടെ വിജയത്തിൽ ആഹ്ലാദിക്കില്ല, ഒരാളുടെ തോൽവിയിൽ ആഹ്ലാദിക്കില്ല. അയാൾ സ്വസ്ഥനായിട്ടായിരിക്കും അത് കേൾക്കുക. പക്ഷെ ഇത് ശത്രുക്കളെ പോലെ രണ്ട് മതക്കാരാണ്, യുക്തിമതവും മതബോധവും. രണ്ട് മതങ്ങൾ, ഈ രണ്ട് പേരുടെ എക്സ്പ്രഷൻ ഈക്വലാണ്. സന്യാസി ഇരുന്ന് സംസാരിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇയാൾ അപ്പുറത്തുള്ള ആളെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾക്കൊന്ന് പൊട്ടി കൈയടിക്കാനാണ്, അറിയാൻ വേണ്ടിയിട്ടേ അല്ല, തോൽപ്പിക്കാൻ. അതുകൊണ്ടാണ് ഗുരു ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം സംവാദങ്ങൾ. വിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടാവണം, ശരിതെറ്റുകൾ തമ്മിൽ ഉണ്ടാവണം, പക്ഷെ അത് ആഹ്ലാദിക്കാനല്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് മനുഷ്യബോധം ഉണർന്നു വരണമെങ്കിൽ എന്തായിരുന്നു മനുഷ്യൻ്റെ സമൂഹം? 10-15 പേര് ഒന്നിച്ച് ചേർന്നിരുന്ന മനുഷ്യക്കൂട്ടത്തെ ഒരു സമൂഹമെന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് അപ്പുറത്തിരിക്കുന്ന മനുഷ്യക്കൂട്ടവുമായി സഹകരിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയത് നല്ല വില കൊടുത്തിട്ടാണ്, അപ്പുറത്തിരിക്കുന്നവർ കൂടി കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. സോറി കേട്ടോ, സമയം വൈകിപ്പോയി, ക്ഷമിക്കണം. എനിക്ക് ആ ചോദ്യത്തിനായിട്ട് മാത്രം മറുപടി ഇല്ല കേട്ടോ. നമസ്കാരം.